വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ നമ്മൾ ഡെയിലി MCQs ഒരുപാട് വീഡിയോസ് ഇപ്പൊ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു സംശയത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എക്സാമിന് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമാണോ വരുന്നത്? സോ ഇതാണ് കുട്ടികൾക്ക് അറിയണ്ടേ, അതല്ലാണ്ട് സാധാരണ വൺ വേ ടൈപ്പുകൾ വരില്ലേ? സോ ഇതിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടന്റിന്റെ കോച്ചിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ കഴിഞ്ഞ 1-2 പ്രാവശ്യമായിട്ടാണ് ഈ ഒരു സിലബസ് ബേസ്ഡ് എക്സാംസ് കുറച്ചും കൂടിയും ടഫസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ മുമ്പൊക്കെ ആദ്യം ജൂനിയർ അക്കൗണ്ടന്റിന്റെ എക്സാം ഒക്കെ ഈ പറഞ്ഞ പോലെ വൺ വേർഡ് ടൈപ്പ് ചോദ്യങ്ങൾ മാത്രമാണ് കണ്ടുവരാറ്. അതിൽ തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് വരാറുണ്ട്. ബട്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ സെയിം സിലബസ് ബേസ്ഡ് KFC അസിസ്റ്റന്റ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. സോ അതിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 35-നും 40-നും ഇടയ്ക്ക് ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് വന്നത്. ദെൻ പിന്നെ ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് വൺ വേർഡ് ടൈപ്പ് ആണ്. ബട്ട് ആ വൺ വേർഡ് ടൈപ്പിലും ഒരു 30 ചോദ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഇപ്പൊ ഒരു ചോദ്യം 4 ഓപ്ഷൻ അങ്ങനത്തെ കാണാൻ സാധിക്കും. ബാലൻസ് ചോദ്യങ്ങൾ മുഴുവൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വൺ വേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചോദ്യം തന്നെ വളരെ ലെങ്തിയസ്റ്റ് ചോദ്യമായിരിക്കും. 4 ഓപ്ഷൻസ് നമുക്ക് ഒരുപാട് വായിക്കാനുണ്ട്, അങ്ങനത്തെ ചോദ്യങ്ങൾ. അപ്പോൾ ടോട്ടൽ 100 ചോദ്യങ്ങളെ നമ്മൾ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഏകദേശം 35 to 40 ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ മാത്രം. ഇപ്പൊ ബാലൻസ് ഒരു 60 ചോദ്യം എടുക്കുകയാണെങ്കിൽ അതിലൊരു 30 ചോദ്യം ഈ പറയുന്ന വൺ വേർഡ് ടൈപ്പ് ചോദ്യം, 4 ഓപ്ഷൻ. ബാലൻസ് ഒരു 30 ചോദ്യം എന്ന് പറയുന്നത് ചോദ്യം തന്നെ വളരെ വൺ വേർഡ് ടൈപ്പ് ആണെങ്കിലും ചോദ്യം തന്നെ വളരെ ലെങ്തിയസ്റ്റ് ആണ്, 4 ഓപ്ഷൻസും ലെങ്തിയസ്റ്റ് ആണ്. ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ ഒരു എക്സാം അതിനേക്കാൾ കുറച്ച് കയറി നിൽക്കാനേ സാധ്യതയുള്ളൂ. അതല്ലെങ്കിൽ ഈ ഒരു സെയിം പാറ്റേൺ വീണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നമ്മൾ എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്? ഈ ടോട്ടൽ 100 ചോദ്യങ്ങളിൽ ആരാണോ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ആൻസർ ചെയ്യുന്നത്, അത് ക്രാക്ക് ചെയ്യുന്നത്, അവരായിരിക്കും മെയിൻ ലിസ്റ്റിലോട്ട് കയറാം. സോ കഴിഞ്ഞ എക്സാം കഴിഞ്ഞപ്പോൾ മെജോറിറ്റി കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 100 ചോദ്യങ്ങൾ പ്രോപ്പറായിട്ട് വായിച്ചെത്തിയില്ല. സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളുടെ പ്രാക്ടീസ് കുറവുകൊണ്ടാണ് പല കുട്ടികൾക്കും അത് സാധിക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കൊരു എഡ്ജ് കിട്ടണമെങ്കിൽ, മെയിൻ ലിസ്റ്റിലോട്ട് നിങ്ങൾ കയറണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കണം. സോ കുട്ടികൾക്ക് സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരണു എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ആദ്യം സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തുള്ള MCQs ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ എക്സാമിന്റെ കുറച്ചൊക്കെ ആവുമ്പോൾ യൂഷ്വൽ വൺ വേർഡ് ടൈപ്പ് ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല അതല്ലാത്തതും വരും, മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.